ഗായ്സ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അങ്കന. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗാണ്. സോ ഇന്നൊരു സൺഡേ ആണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ പെട്ടെന്നാണ് ഒന്ന് അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചത് എല്ലാവരും കൂടെ. അപ്പോൾ ഒരു ക്യുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. സോ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഐബ്രോസ് ഫിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ കണ്ണെഴുതി മസ്കാര ഇട്ടു, അത് കഴിഞ്ഞിട്ട് തൊട്ട് ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്, സിന്ദൂരം തൊട്ടു. ആൻഡ് ഞാൻ ലിപ്സ്റ്റിക്ക് NYBയുടെ 4-in-1 ലിക്വിഡ് ലിപ്സ്റ്റിക്കിലെ ഒരു ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. നല്ലൊരു എൻ്റെ ഒരു സ്കിൻ ടോണിലൊക്കെ ചേരുന്നൊരു നല്ലൊരു ഷെയ്ഡാണ്. സോ ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മോനെ എണീപ്പിക്കാം, അവനെ ഫ്രഷ് ആക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മോനെ എണീറ്റിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബന്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ മോനെയൊക്കെ റെഡിയാക്കി നമ്മളിതാ പോവുകയാണ്. നമ്മൾ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലാണ് പോകുന്നത് കേട്ടോ. അപ്പം ഇന്ന് ഞായറാഴ്ചയല്ലേ, പിന്നെ കർക്കിടക മാസമായതുകൊണ്ട് കുറേ പൂജകളൊക്കെ ഉണ്ട്. അപ്പം ആനയൂട്ടൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ നിറപുത്തിരി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മളവിടെ എത്തിയപ്പോഴേക്കും ആനയൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴ. നമ്മൾ പോയപ്പോൾ തുടങ്ങിയ മഴയാണ് കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. അപ്പം പുഴയിലൊക്കെ വെള്ളം നിറഞ്ഞ് ഭയങ്കര ഒഴുക്കാണ്. ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും തിരുനാവായ. ഈ ബലിയിടുന്നതിനൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളവിടെ എത്തിയ സമയം എന്ന് പറയുന്നത് ഈ നിറപുത്തിരിക്കുള്ള തയ്യാറെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം മഴ കണ്ടിരുന്നു. നല്ല രസമല്ലേ പുഴയിൽ മഴ പെയ്യുന്നതാണ്. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഉപ്മാവ് കഴിച്ചു. ഉപ്മാവും സാമ്പാറും ചായയുമായിരുന്നു. ഉപ്മാവ് നല്ലായിരുന്നു. മറ്റേ എന്താണ് ഈശ്വര എന്തോ ഒരു പേരാണല്ലോ, മറ്റേ റവ കൊണ്ടുള്ളൊരു ഉപ്മാവായിരുന്നു. അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളത് പുറത്തിറങ്ങി കുറച്ച് നേരം ഇങ്ങനെ, നമ്മൾ നിറപുത്തിരിയുടെ ആ ഒരു നെല്ല് നമുക്ക് നല്ലതല്ലേ കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പ്രാവുകളും എന്താ പറയുക മഴയും അങ്ങനെ കണ്ട് നമ്മൾ അങ്ങനെയൊക്കെ സമയം അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ നന്നായി തൊഴുത് നമ്മളവിടെ നിന്ന് പോകുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു, നല്ല രസമായിരുന്നു. അത് വേറൊരു വൈബാണല്ലോ. അങ്ങനെ അമ്പലത്തിൽ പോയി വന്നു. അങ്ങനെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം വേദുവിന് കുറുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾക്ക് ഡെയിലി വൺസ് എന്ന രീതിയിൽ നമ്മൾ കുറുക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ട്. രായി പൊടിയോ അല്ലെങ്കിൽ അമൃതം പൊടിയോ അല്ലെങ്കിൽ ഓട്സ് അല്ലെങ്കിൽ നവരരി അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ ആൾക്ക് പാപ്പ് കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്തിരുന്ന് കുടിക്കത്തൊന്നുമില്ല, ഓടി നടന്നിട്ടൊക്കെയാണ് കുടിക്കുന്നത്. അങ്ങനെ അപ്പം ഏട്ടൻ ആ സമയത്ത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ നെല്ല് നമ്മുടെ എന്താ പറയുക വാതിലിൻ്റെ അവിടെ തൂക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കി. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി, വേദു എന്തായാലും ഡ്രസ്സൊക്കെ ചെയ്തിട്ടിരിക്കുവാണല്ലോ, മുണ്ടും ഷർട്ടൊക്കെ. അപ്പോൾ നമുക്ക് വിചാരിച്ചു അവിടെ ആനയുണ്ട്. അപ്പം എൻ്റെ ഏട്ടനൊരു ആനപ്രാന്തനാണ്. സോ നമ്മൾ വിചാരിച്ചു ആനയുടെ പുറത്ത് ഇരുത്തിയിട്ട് അവനെ ഫോട്ടോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പം അതിന് അവനെ റെഡിയാക്കി കൊണ്ടിരിക്കുവാണ് ഏട്ടനും അമ്മയൊക്കെ കൂടെ. സോ രസമാണല്ലോ. അങ്ങനെ അവനെ റെഡിയാക്കി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം അതിനൊക്കെ ഇങ്ങനെ ആൾക്കറിയാം അങ്ങനെ കണ്ടിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ അതിന് പുറത്ത് കയറിയിരിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ്, നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ആനയുടെ കൂടെ ഇരുന്ന് കളി. പിന്നെ നമ്മൾ ഉച്ചയായപ്പം വിചാരിച്ചു നമ്മൾ ഉറിയിൽ പോയിട്ട് ചട്ടിച്ചോറ് കഴിക്കാമെന്ന്. അങ്ങനെ ഞാനും ഏട്ടനും വേദുവാണ് പോയത്. അച്ഛനൊരു കല്യാണം ഉണ്ടായിരുന്നു, അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് രാവിലെയൊക്കെ പോയിട്ട് എനിക്ക് മടി അങ്ങനെ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ ഉറിയിലോട്ട് പോവാണ്. സോ കുറച്ച് പേർക്ക് ഇങ്ങനെ അറിയണ്ടായിരിക്കും ഉറി ഈ ചട്ടിച്ചോറ്, ചട്ടി ബിരിയാണി അങ്ങനെ കിട്ടുന്നൊരു സ്പോട്ടാണ്. സോ ചട്ടിച്ചോറ് അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. ചട്ടി ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടമല്ല അവിടുത്തെ. അങ്ങനെ നമ്മളവിടെ ചെന്നു. ഭയങ്കര ഒരു നാച്ചുറലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു സ്പേസാണ്. ഞങ്ങൾ പാപ്പ് കഴിക്കാൻ വന്നിട്ടല്ലേ, ഇത് ആദ്യമായിട്ട് ബെഞ്ചിലൊക്കെ ഇരിക്കുന്നല്ലേ, നമുക്ക് ഭയങ്കര അത്ഭുതം.
അങ്ങനെ നമ്മുടെ ചട്ടിച്ചോറ് വന്നു. ഒരു സ്പെഷ്യൽ ചട്ടിച്ചോറും ഒരു നോർമൽ ചട്ടിച്ചോറുമാണ് പറഞ്ഞത്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് ഫിഷിൻ്റെ ഐറ്റംസൊക്കെ കുറച്ച് കുറവാണ്. പക്ഷേങ്കിലും കക്കയുണ്ട്, പിന്നെ ഒരു നെത്തോലി ഫ്രൈ, പിന്നെ ബീഫ്, ഒരു ചിക്കൻ ഫ്രൈ, പിന്നെ ഈ ഓംലെറ്റ്, തൈര്, ഈ വക സാധനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. സ്പെഷ്യലിൽ നോർമലിൽ ഉണ്ടായിരുന്നത് ചിക്കനൊന്നുമില്ല, ഒരു ബീഫും ആൻഡ് ഓൾസോ ബാക്കി കറികളാണ് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ രണ്ടിലും എന്തൊക്കെയാണുള്ളതെന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. സോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. കറികൾ, സാമ്പാറും മീൻ കറിയും സെപ്പറേറ്റ് ഉണ്ട്, അതും അടിപൊളിയായിരുന്നു. സോ നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു പായസവും കിട്ടി. കുഞ്ഞി ഗ്ലാസ്സിലാണ് പായസം, നല്ല ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. ഇതിലും കുഞ്ഞി ഗ്ലാസ്സിന് കിട്ടത്തില്ല, അത് വേറെ കാര്യം. അപ്പം വേദുവിനും പായസം കുറച്ച് കൊടുത്തു. ഓവർ മധുരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കുഴപ്പമില്ലാത്തൊരു നോർമൽ പായസം. അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മളങ്ങനെ ഓക്കെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഞാനും വിയാൻ വേദും വാങ്ങാൻ പോവാണ്. കിട്ടി കിട്ടി, അമ്മ ഫോട്ടോ ഇടട്ടെ. കിട്ടി. ടാറ്റ പോയേ, ടാറ്റ പോത്ര ഇങ്ങോട്ട്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് നമ്മൾ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുവാണ്. അപ്പം വേദു മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വൈകിട്ടായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കളി ഫുള്ള് മുറ്റത്താണ്, വിളക്ക് വയ്ക്കുന്നത് വരെയും. അപ്പം കുറച്ച് നേരം പാപ്പനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവന് വേറെ പാപ്പ കൊടുക്കാമെന്നൊക്കെ നോക്കിയപ്പോൾ ആൾ കഴിച്ചില്ല. അപ്പം ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും മേലൊക്കെ കഴുകി. വെറുതെ വാശി പിടിക്കുന്ന വേദുട്ടൻ. അപ്പോൾ ഗൈസ് ഇപ്പം മേലകലൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുവാണ്. വേദു അമ്മയുടെ കൂടെ അങ്ങ് പാപ്പൻ്റെ വീട്ടിലേക്ക് പോയിക്കുകയാണ്. ഏട്ടൻ ഫ്രഷ് ആവുകയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചുമ്മാ ഫോണും കളിച്ചിരിക്കുവാണ്. ഇപ്പം രാത്രി കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അത് കാണിച്ചു തരാം. വേറെ ഇപ്പം എന്താ, അതൊക്കെയാണ് വിശേഷം. ഇതൊക്കെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഇന്നിപ്പോൾ ഒരു സൺഡേ ആയതുകൊണ്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പുറത്ത് പോയി അങ്ങനെയൊക്കെയാണ്. അല്ലാത്ത ദിവസങ്ങളിൽ ഇതിലും ശോകം ഒന്നുമില്ലല്ലോ. നിങ്ങളുടെയൊക്കെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ് കുട്ടികളെ? എങ്ങനെ പോകുന്നു നിങ്ങളെ ഒരു ദിവസം? ചില ദിവസങ്ങൾ രാവിലെ ആകുന്നു, വൈകുന്നേരം ആകുന്നു, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇപ്പം മഴയായതുകൊണ്ട് പുറത്ത് പോകാനൊക്കെ ഭയങ്കര മടിയുമാണ്. പിന്നെ മഴ തന്നെയായിരുന്നു, പക്ഷെ നമ്മളങ്ങ് പോയി, അത്ര തന്നെ. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. സോ നിങ്ങളെ എന്തൊക്കെയാണ്, നിങ്ങൾ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ യെസ്. അപ്പം നമുക്ക് ഒരു ഗോതമ്പ് ദോശയും ചമ്മന്തിയും ബുൾസയും. ഓക്കെ, ഇങ്ങനെയുണ്ട്, എളുപ്പമല്ലേ? വേദു വന്നു തോന്നുന്നു. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അപ്പം ചട്നിക്ക് വേണ്ട തേങ്ങ, സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ സൈഡിൽ തന്നെ ഞാൻ ഗോതമ്പ് ദോശ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ചട്നി റെഡി ആയിട്ടുണ്ട്. സോ പിന്നെ നമ്മൾ പുൾസൈ ഉണ്ടാക്കി. സോ അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ? ഇത് എല്ലാവരോടും ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് പറ കണ്ട പ്ലീസ്. ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു പറ.